ആലപ്പുഴ ഏലിയാമ്മ ടീച്ചർ വധക്കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ. ഫ്രില്ലി ഫ്രാൻസിസിനെയാണ് കോടതി ശിക്ഷിച്ചത്. വിവിധ വകുപ്പുകളിലായി 15 വർഷം വേറെയും തടവ് ശിക്ഷ. ആലപ്പുഴ അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. പ്രതിക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ എല്ലാം തെളിഞ്ഞിരിക്കുന്നു. രഘുനാഥ് നാരായൺ വിവരങ്ങളുമായി ചേരുകയാണ്. രഘു, 15 വർഷം അധിക തടവ് ശിക്ഷയും ഒപ്പം തന്നെ കഠിന തടവ് എത്ര വർഷത്തേക്കാണ്? എങ്ങനെയാണ് ശിക്ഷാവിധി? അക്ഷയ, 2010 ഓഗസ്റ്റ് 12-നായിരുന്നു തുമ്പോളിയെ നടുക്കിയ കൊലപാതകം. റിട്ടയർഡ് അധ്യാപികയായ ഏലിയാമ്മ വീട്ടിൽ തനിച്ചായിരുന്നു താമസം. ഭർത്താവും മക്കളുമെല്ലാം കാനഡയിലെ ജോലിസ്ഥലത്തായിരുന്നു. ജോലിക്കാരി മടങ്ങിയ പോയ സമയം നോക്കി അയലത്ത് താമസിച്ചിരുന്ന ഏലിയാമ്മയുടെ ഭർത്തൃസഹോദരപുത്രന്റെ ഭാര്യ ഫ്രില്ലി ഏലിയാമ്മയുടെ വീട്ടിലെത്തി. പുറകുവശത്ത് വീടിന്റെ വെളിയിൽ വിശ്രമിക്കുകയായിരുന്ന വയോധികയെ യുവതി വീടിനുള്ളിലേക്ക് വിളിച്ചു കയറ്റുകയായിരുന്നു. ഇതിനുശേഷം മുളകുപൊടി മുഖത്തേക്ക് എറിഞ്ഞ് നിലത്തേക്ക് തള്ളിയിട്ട് കയ്യിൽ കരുതിയിരുന്ന കത്തി കൊണ്ട് കഴുത്തിലും കൈത്തണ്ടകളിലെയും ഞരമ്പുകൾ മുറിക്കുകയായിരുന്നു. മരണം ഉറപ്പാക്കിയ ശേഷം ഇവരുടെ ശരീരത്തുണ്ടായിരുന്ന 9 പവനോളം ആഭരണം കൈക്കലാക്കി. ഈ ജോലിക്കാരി വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് വയോധികയെ ചോരയിൽ കുളിച്ചു നിൽക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ ആലപ്പുഴ നോർത്ത് പോലീസിനെ അറിയിക്കുകയും പോലീസ് എത്തിയപ്പോൾ ഈ ഫ്രില്ലി തന്നെയാണ് മൊഴി നൽകിയത്. ഈ കൊലപാതകം നടന്ന ഏകദേശ സമയത്ത് അവിടെ തമിഴ് നാടോടികളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന്. അങ്ങനെ നാടോടികളെ കേന്ദ്രീകരിച്ച് ഒരു 2 ആഴ്ചയോളം അന്വേഷണം നടത്തിയെങ്കിലും പ്രതികളെ കണ്ടെത്താൻ കൂടിയില്ല. അപ്പോഴാണ് ഫ്രില്ലിയുടെ ഒരു ഫിംഗർ പ്രിന്റ് ഇവരുടെ വീടിന്റെ പിൻഭാഗത്തെ കതകിൽ നിന്ന് പോലീസിന് ലഭിക്കുന്നത്. അങ്ങനെ നടത്തിയ അന്വേഷണത്തിലാണ് ഫ്രില്ലിയിലേക്ക് എത്തുന്നതും പിന്നീട് ഇവർ ആഭരണങ്ങളൊക്കെ വിറ്റതുമൊക്കെ പോലീസ് കണ്ടെത്തി. ഇതിന്റെ വിചാരണയാണ് കഴിഞ്ഞ ദിവസം പൂർത്തിയായിരുന്നു. പ്രതി കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തുകയും ഇന്നാണ് കോടതി വിധി പ്രസ്താവിച്ചത്. ജീവപര്യന്തത്തിന് പുറമെ വിവിധ വകുപ്പുകളിൽ വിവിധ കുറ്റകൃത്യങ്ങൾക്ക് 15 വർഷം അധിക ശിക്ഷയും അനുഭവിക്കണം. ഒപ്പം തന്നെ 75,000 രൂപ പിഴയും നൽകണം. രഘുനാഥ് നാരായൺ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. 2010 ഉണ്ടായിട്ടുള്ള കൊലപാതകമാണ്. അതിലാണിപ്പോൾ ശിക്ഷ